തമ്പുരാന്റെ നാമത്തിൽ ആമേൻ. എന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. അകതാരിലുണർവിന്റെ പനിനീരു തൂകിനി അവിരാമമൊഴുകി വരൂ. വരദാനവാരിതെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, ഈ സായമേളയിൽ ഈ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർത്ത അങ്ങയുടെ വലിയ സ്നേഹത്തെയും പദ്ധതിയോർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പിൽ നാളെ വിവാഹത്തിനാവിൽ ഒരുങ്ങുന്ന ആൽബിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ പദ്ധതികൾക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ട് മനോഹരമായ ഒരു പദ്ധതി രൂപീകരിച്ച് നാളെ മെയ് 7-ാം തീയതി കർത്താവിൻ്റെ സന്നിധിയിൽ ആൽബിൻ വിവാഹത്തിനാകുമ്പോൾ തമ്പുരാനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ചൊരിയണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡിൻ്റെതായ ഒത്തിരിയേറെ അസൗകര്യങ്ങളും അസ്വസ്ഥതകളും ലോക്ക്ഡൗണുകളൊക്കെയായി ഒത്തിരിയേറെ കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായി. എങ്കിൽ ഏറ്റവും മനോഹരമായി ശാന്തമായി നാളത്തെ ദിവസം അനുഗ്രഹീതമായി ചിലവഴിക്കുവാൻ അങ്ങനെ നിശ്ചയിച്ച ആ ദിവസം ഏറ്റവും അനുഗ്രഹീതമായിട്ട് നടത്തപ്പെടുവാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള തോബിയാസിൻ്റെ സാറായുടെയും അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ രാത്രിയിലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് വായിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്ന ജഡിയുമായ അഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാൽ അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. കർത്താവായ ഈശോയെ, വചനത്തിലൂടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകളും ഒത്തിരിയേറെ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് വളരെ വലിയ അനുഗ്രഹം നൽകിയ ആ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹീത ഭവനമാക്കി മാറ്റിയത്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ അത് ദൈവത്തിൻ്റെ മനസ്സാണ്, ഇതിന് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി ആദ്യത്തിൻ്റെ ഹവ്വയുടെയും ആദ്യ മാതാപിതാക്കളുടെ ചൈതന്യത്തോടെ തങ്ങളുടെ കുടുംബജീവിതത്തെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് പൂർവ്വപിതാക്കന്മാർ അബ്രാഹത്തിൻ്റെയും സാറായുടെയും ജീവിതശൈലിയിലൂടെ കടന്നു പോകുവാൻ, യാക്കോബിൻ്റെയും റബേക്കായുടെയും ജീവിതത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കുവാൻ അവരുടെ ജീവിതത്തോട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തമ്പുരാനെ, നാളെ സന്നിധിയിലേക്ക് വിവാഹിതരാകുമ്പോൾ ആൽബിനും മിന്നുവും തങ്ങളുടെ പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി അവിടെ നാളെ പുതുജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കൾ, ഒപ്പം വളർന്നു വന്ന സഹോദരങ്ങൾ, അവരെല്ലാവരെയും ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഓരോ രീതിയിൽ ഉപകാരികളായിട്ട് തീർന്നിട്ടുള്ള എല്ലാവരെയും, പ്രത്യേകിച്ചും ഈ തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആ നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നന്മ ചെയ്ത് തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ ജീവിതത്തിലേക്ക് അറിവും നിറവും കഴിവുകളും എല്ലാം പകർന്നു തന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ചും ആൽബിനെ ഇടവകയിലെ വളരെ സജീവമായി നല്ല ഇടവകയിലുള്ള വൈദികരുമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് അത് ഇടവകയിൽ എപ്പോൾ സജീവ സാന്നിധ്യമായി തീർന്ന് തൻ്റെ ആദ്യ ചെറുപ്പകാലം മുതൽ തന്നെ ആൾക്കാർ ശുശ്രൂഷയായി സഭയോടും ഈശോയോടൊക്കെ ചേർന്ന് വളരുവാനുള്ള വലിയ കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് പ്രത്യേകമായിട്ട് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. തമ്പുരാനെ, അതുപോലെ ആ കാലഘട്ടങ്ങളിൽ വളർത്തി വലുതാക്കിയ പ്രചോദനം നൽകിയ
ഓരോരോ കഴിവുകളിൽ ഉത്സാഹവും പ്രോത്സാഹനവുമായിട്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഈ വളർന്നു വന്ന കാലയളവിൽ ജോലി സ്ഥലങ്ങളിലായിരുന്നപ്പോഴും പഠന മേഖലകളിലായിരുന്നപ്പോഴും ഒക്കെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും, സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവം തിരഞ്ഞെടുത്ത് ഇണയും തുണയുമായി നൽകിയ പിന്നുവിനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അങ്ങയുടെ പദ്ധതിയിൽ തീർച്ചയായിട്ടും ദൈവം നൽകിയ ദൈവം നൽകുന്ന വാരിയിലെ സമ്മാനം ജീവിത പങ്കാളി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ജീവിത പങ്കാളിയാണ് ആൽബിന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. പ്രദമായി അനുഗ്രഹീതമായ ജീവിതം. അമ്മയുടെയും വിശുദ്ധ യേശുപിതാവിൻ്റെയും വലിയ അനുഗ്രഹം ഇവരുടെ കുടുംബത്തിലുണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മ യേശുപിതാവ് നൽകുന്ന ജീവിത മാതൃകയാണ്. പ്രത്യേകിച്ച് തിരുക്കുടുംബ വർഷമായിട്ട് ഞങ്ങൾ ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യമാണ് കുടുംബത്തിലുണ്ടാവേണ്ടത്. ധാരാളം തിരുക്കുടുംബങ്ങളാണ് ഇടവകൾ ഉണ്ടാകേണ്ടത്. തമ്പുരാന് തിരുക്കുടുംബങ്ങളായി ജീവിക്കുവാൻ, വിശുദ്ധ യേശുപിതാവിനെ പോലെ നീതിമാനായ ഭർത്താവായി ജീവിക്കുവാൻ, അതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നന്മ നിറഞ്ഞ ഭാര്യയായി ജീവിക്കുവാൻ, അങ്ങനെ അത് ഉണ്ണീശോയെ പോലെ വിശുദ്ധരായ മക്കൾക്ക് ജന്മം കൊടുക്കുവാൻ ഇവരുടെ കുടുംബത്തെയോട് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ ജീവിത മാതൃക, ഞങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും മാതൃക എന്ന് പറയുന്നത് തിരുക്കുടുംബമാണ്. ആ തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. തമ്പുരാൻ ഇതിനെല്ലാം ഓർത്ത് പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. നാളത്തെ എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ പരിമിതികളുള്ള ദിവസമാണ് നാളെയെന്ന് ഞങ്ങൾക്കറിയാം. തമ്പുരാൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം ഭംഗിയായി ക്രമീകരിക്കുവാൻ അനുഗ്രഹം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. നാളെ ദൂരത്തു നിന്ന് യാത്ര ചെയ്ത ഈ ദിവസങ്ങളിൽ നിന്നും നാളെയും ഒക്കെയായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോ അതുപോലെ നാളത്തെ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയം, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എല്ലാവരും ഓരോ നന്മ നിറഞ്ഞ മറിയം നമുക്ക് പറ്റുന്ന എല്ലാവരും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്തുതിയും ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എത്രയും ദയുള്ള മാതാവേയും നിന്റെ സമയത്തിലൂടെ വന്ന നിന്റെ സഹായം തേടി നിന്റെ ആദ്യം സുരക്ഷിച്ചവരിൽ ഒരുവനെ പെടുന്ന ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടുള്ളതിനെ ഓർക്കണമേ. പിന്നെ അവരുടെ മാതാവേ, വിശ്വാസത്തിൽ തേരപ്പെട്ട നിർമ്മാതങ്ങളായിരുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമ്മളെല്ലാവരോടും നമ്മുടെ ഭവനത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യേകിച്ചും എപ്പോഴും ഉന്നയിക്കും. സർവസ്നായങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പേര് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെന്നാൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽബിനെയും മിനുവിനെയും ഞങ്ങൾക്ക് നൽകിയതിനും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിനും അങ്ങ് പ്രകാശിപ്പിച്ച കാരണയാത്രികത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മതതരവും ക്ലേശരഹിതവുമാക്കി അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അതിന്റെ കടമകൾ വിശ്വസ്തതാപൂർവ്വം നിറവേറ്റുന്നതിനും ദൈവാനുഗ്രഹം ആവശ്യമാണ്. കാനായിലെ വിവാഹവിരുന്നിൽ ദിവ്യരക്ഷനെ ക്ഷണിച്ച വീട്ടുകാരെ പോലെ നമുക്ക് ദിവ്യരക്ഷന്റെ സാന്നിധ്യം അപേക്ഷിക്കാം. ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട സ്നേഹത്തിന്റെയും ക്രിസ്ത്യാനി അരൂപിയെയും കുറിച്ചുള്ള വിശുദ്ധ പത്രോസ്ലീഹ നൽകുന്ന ഉദ്ബോധനം നമുക്ക് ശ്രമിക്കാം. സഹോദര വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന. ഭർത്താക്കന്മാരെ സ്ത്രീകൾ ബലഹീന പാത്രങ്ങളെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങൾ ഭാര്യമാരോട് കൂടെ വസിക്കുവിൻ. അവർ ജീവന്റെ കൃപയ്ക്ക് നിങ്ങളെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയുള്ളതാകുന്നു. മീനാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളുടെ സ്നേഹം പ്രകടമാക്കി കാരുണ്യവാനായ കർത്താവേ, വിവാഹത്തിനൊരുക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽബിനെ അനുഭവിക്കാൻ പോകുന്ന മധുര പൂജ്യത്തെ ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യമുള്ളതായി ഭവിക്കട്ടെ. ഈ സംപ്രീതമായ സംസാരവും പെരുമാറ്റവും വഴി പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം തുറന്ന് അനുഭവിക്കുവാനിടയാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Wave Beats Music.
സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ഈ സഹോദരനെ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേപ്പേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെയും കാവൽ മാലാഖമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. നാഥനെ ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ.
ആഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലി അർപ്പിക്കാം. സർവ്വലോകത്തിൽ സർവേശ്വരനും സ്തുതിഗീതം. സർവ്വലോകത്തിൽ സർവേശ്വരനും സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുന്നേക്കും. സ്വർഗസ്ഥിതനാം ദാതാവിൻ നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾ
ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ ഞങ്ങൾ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ എല്ലാം ആന്തരികമാകുന്നു, അവരുടെ മേലങ്കി പൊന്നുപതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലുകളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസത്തിനായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിലെ ഓരോ ദിവസവും കർത്താവ് സിഗ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന ആ സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ മാർഗദീപമായിരിക്കട്ടെ. നിന്നെ വണങ്ങി നമിക്കുന്നു. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സർവേശ
ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവേൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവേൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്നപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവേൻ. എന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കുകയും ഇത് അവിടെ കറിയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് വേണ്ടി തന്നെ പ്രദർശിക്കുന്നതിനും അവിടെ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സമയത്ത് എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വന്നു നിറഞ്ഞു തുളുമിടുന്നു. പൂരിത കവിത തുളിത പോലെന്നാവിപ്പോ താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്തുതി. അധ്യായം 10 തിരുവചനങ്ങൾ 2 മുതൽ 9 വരെ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവൾ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും
അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരീ സഹോദരന്മാരെ, ദൈവങ്ങളെ, ആൽബിൻ്റെയും മിന്നുവിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് ചോദിച്ചാൽ അവരിന്ന് മറക്കാതെ ഇനി എന്നും പറയാൻ പോകുന്ന ദിവസം ഒരു പക്ഷേ 2021 മെയ് മാസം 7-ാം തീയതി എന്നുള്ളതായിരിക്കും. 8-ാം തീയതി എന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അതൊരു ദിവസം കൂടി മുന്നോട്ടാക്കി, ഒരു ദിവസം കൂടി നേരത്തെ ജീവിതം ആരംഭിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടു. അതുകൊണ്ടാണ് ഇന്നേ ദിവസം നമ്മളാരും തീരുമാനിക്കാത്ത രീതിയിൽ ദൈവം അത് ക്രമീകരിച്ച് തന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്ന് അവരാരംഭിക്കുന്ന അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായി, അനുഗ്രഹീതമായി എന്നും മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇന്നിവിടെ ദേവാലയത്തിലായിരിക്കുന്ന എല്ലാവരും കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്. അതിൻ്റെ പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ കാലഘട്ടമായതുകൊണ്ട് ഏറ്റവും ചുരുക്കം കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളെ വിളിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആൽബിനും മിന്നും ഒക്കെ കുറേ നേരം അരിപ്പിക്കത്തിട്ട് ഇടുന്നത് പോലെ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയപ്പോൾ അത് വലിയൊരു ലിസ്റ്റായി കാണും. അപ്പോൾ എൻ്റെ അത് വീണ്ടും ഒന്ന് വെട്ടിത്തിരുത്തി ഇനി കുറച്ചുകൂടി ഒഴിവാക്കാനായിട്ട് വീണ്ടും ഒന്ന് വെട്ടിത്തിരുത്തി കാണും അല്ലേ? ഇവിടെ എല്ലാവരും വെട്ടിത്തിരുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞ് വീണ്ടും അവസാനമായി ഇരുന്നിട്ടുമുണ്ട് 13 പേര്. വീണ്ടും ഒരു അത്രയും പറ്റത്തില്ല, ഗവൺമെൻറ് പിന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അനുസരിച്ച് നോക്കി അവസാനം ഏറ്റവും സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ അവർ വിളിച്ചിട്ടുള്ളൂ. അതിലും ഒഴിവാക്കാൻ പറ്റുന്നവരെ പറ്റാത്തവരെ കൂടി ഒഴിവാക്കിയിട്ടുള്ളൂ. എന്നിട്ടും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ കുറച്ച് ആൾക്കാരെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവരും ഉത്തരവാദിത്വമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം. നമുക്കറിയാം, ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആൽബിനും മിന്നും. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം ഒന്നാക്കി വയ്ക്കുന്ന, ദൈവത്തിൻ്റെ ആദ്യകാലം മുതൽ ദൈവം ആൽബിനു വേണ്ടി മിന്നുവിനെയും മിന്നുവിന് വേണ്ടി ആൽബിനെയും തിരഞ്ഞെടുത്ത് മാറ്റിവെച്ച് ഇന്ന ദിവസം അതിനെ ഒന്നിപ്പിക്കുന്ന മനോഹരമായ ദിവസത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2 കുടുംബങ്ങളിൽ, 2 ദേശങ്ങളിലായിരുന്നവർ, 2 രൂപതകളിലായിരുന്നവർ, അകലങ്ങളിലായിരുന്നവർ, അവരെ ദൈവം ഒരുമിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു പക്ഷേ ജനിച്ചൊരു കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ആൽബിനും മിന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ഹൈറേഞ്ചും പാലക്കാടും തമ്മിലൊരു ബന്ധം ഒരു പക്ഷേ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്രകാരം വിദൂരങ്ങളിലാണെങ്കിലും അകലങ്ങളൊരു പ്രശ്നമല്ല. അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇവരെല്ലാം ഒന്നാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. അപ്പം അങ്ങനെ ദൈവം ഒന്നായിത്തീരുമ്പോൾ ഇത് പൈകട കുടുംബത്തെയും കളത്തിക്കുന്നേൽ കുടുംബത്തെയും ചേർക്കുന്ന ഒരു ശുശ്രൂഷ കൂടിയാണ്. കാരണം ഇത് ഇനി മുതൽ ആൽബിൻ്റെ പൈകട വീട്ടുകാർ എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കളത്തിക്കുന്നേക്കാരെ വിളിക്കേണ്ടി വരും. കളത്തിക്കുന്നേക്കാർ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പൈകടക്കാരെ വിളിക്കേണ്ടി വരും. കാരണം ഇത് 2 വ്യക്തികൾ മാത്രമുള്ള ബന്ധമല്ല. വിവാഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. 2 വ്യക്തികൾ മാത്രം ഇഷ്ടപ്പെട്ടതിലേക്ക് വരുന്നതിനേക്കാളുപരി 2 കുടുംബങ്ങൾ ഇഷ്ടപ്പെട്ട് അവരുടേതായ കുടുംബ ബന്ധങ്ങളിലൂടെ ഇതിനെ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതമായിട്ട് ഇത് മാറുക. ചില ആൾക്കാർ പറയാറുണ്ട്, ചുരുക്കം ചില ആൾക്കാർ ഇങ്ങനെ വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഭാര്യയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ. ഒന്ന് കല്യാണത്തിന് പിറ്റേ ദിവസം, പിന്നെ വേറെ അത്യാവശ്യം വന്നപ്പോൾ അങ്ങനെ പ്രാവശ്യം പോയിട്ടുണ്ടെന്നൊക്കെ പറയും. അത് വലിയ അഭിമാനമായിട്ടുള്ള കാര്യമല്ല. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിൽ പോകാതിരിക്കുന്നെന്ന് പറയുക ചില ആൾക്കാർ അഭിമാനമായിട്ട്, പക്ഷേ അഭിമാനമല്ല. കാരണം അത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളല്ല, മറിച്ച് 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈകടിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കളത്തിക്കുന്നേക്കാരെല്ലാം ദൂരത്താണെങ്കിലും വരേണ്ടി വരും. കളത്തിക്കുന്നതിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലും തീർച്ചയായിട്ടും ദൂരത്ത് നിന്ന് പൈകടക്കാരെല്ലാം അവിടെയും പോകേണ്ടി വരും. അത് അപ്രകാരമുള്ളൊരു ബന്ധമാണ് എപ്പോഴും കുടുംബ ബന്ധങ്ങളിലൂടെ ദൈവം കുടുംബം അല്ലെങ്കിൽ വിവാഹ ഉദാശിയോട് ദൈവം ആഗ്രഹിക്കുക. അവിടെ വളരെ വിശാലമായ ബന്ധത്തിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത്.
മുന്നോട്ട് പോകുമ്പോഴാണ് അനുഗ്രഹീതമാവുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തിയായിട്ട് മാറുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കുടുംബ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധമ്മയോടുള്ള ജപമാലയുടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അനുഗ്രഹീതമായിട്ട് ഇത് മാറുക. അതുകൊണ്ട് നിങ്ങളെ ഒരുപക്ഷെ രണ്ടുപേരും ദൂരസ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ കൂടി പ്രാർത്ഥനയിലൂടെ ഒന്നിക്കാനായിട്ട് അവർക്ക് സാധിക്കും. പ്രാർത്ഥനയിലൂടെ ഒന്നിക്കാൻ സാധിക്കണം. ആ പ്രാർത്ഥനയോട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവം അവരെ അനുഗ്രഹിക്കാനായിട്ട് ഇടയാവുന്നത്. അവിടെ പ്രാർത്ഥന വലിയ ശക്തിയായിരിക്കണം. അതിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ ഇടവകയിൽ വളരെ സജീവ ചെറുപ്പകാലം തന്നെ ഇവിടെ സജീവമായി അംഗമായിരുന്നുവെന്ന് മുൻപുണ്ടായിരുന്ന അച്ഛന്മാരൊക്കെ വളരെ സന്തോഷത്തോടെ പറയാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പൈസച്ചൻ അവരെ വിളിച്ചിരുന്നു, അച്ഛന് വരാൻ പറ്റില്ല, അച്ഛൻ റിട്ടയർഡ് ഹോമിലാണ്, അച്ഛന് വരാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അച്ഛന് പ്രത്യേകം അന്വേഷണങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. വളരെ അക്കാലം ശുശ്രൂഷയായിട്ട് ഇവിടെ പള്ളിയിൽ വരികയും ഈ പള്ളിയുമൊക്കെ ആയിട്ട് ഇടവകയും ഒക്കെ ആയിട്ട് വളരെയേറെ സജീവമായ ചെറുപ്പകാലങ്ങളിൽ തന്നെ വിശ്വാസത്തിൽ വളരുന്ന എല്ലാ കാലഘട്ടത്തിൽ തന്നെ പള്ളിയിൽ സജീവമായിട്ടുണ്ടായിരുന്നു. യൂത്തിൻ്റെ കാലഘട്ടങ്ങളിൽ, ചെറുപ്പമായ യൂത്തായിരുന്ന കാലഘട്ടങ്ങളിൽ, കടത്തലച്ചനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ സജീവമായിട്ട് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടവകയുടെ ഓരോ ആവശ്യങ്ങളിലും വിദേശത്തേക്ക് പോകുന്നത് വരെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇടവകയിൽ സജീവ പങ്കാളിത്തമുള്ള വ്യക്തിത്വമായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും മിന്നുവിൻ്റെ ജീവിതപ്രകാരമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനിടയായത്. അപ്പം അപ്രകാരം ഒരു വളരെ ദേവാലയത്തോടും ഇടവകയോട് ചേർന്ന് നിൽക്കുന്ന നല്ല കുടുംബമാണ് കളത്തിക്കുന്ന കുടുംബം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടേതായ അടുപ്പവും സ്നേഹവും വിശ്വാസവും ഒക്കെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദൂരെ സ്ഥലത്ത് ഇറ്റലിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പഠിക്കുന്നതെങ്കിലും ഒക്കെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ ആയിരിക്കുമ്പോഴും അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശ്വാസത്തിൽ വളരാൻ, സ്നേഹത്തിൽ വളരാൻ അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ രണ്ടുപേരും വിശ്വാസത്തിൽ വളർന്നു വരുന്ന കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഒരിക്കലും വിട്ടുപോകാതെ ഇതെല്ലാം പ്രതിസന്ധികളുണ്ടായ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരുവാൻ ആശംസ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ തോബിയാസിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ആശംസ പറയാൻ ആഗ്രഹിക്കുക. ആ അവരോട് വായിക്കാൻ ഞാൻ പറഞ്ഞാണ്, ഇവിടുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് തോബിയാസിൻ്റെ പുസ്തകം. പിന്നെ സമയം കിട്ടുമ്പോൾ റൂത്തിൻ്റെ പുസ്തകം വായിക്കണം കേട്ടോ. സമയം കിട്ടുമ്പോൾ ചെറിയ രണ്ട് പുസ്തകങ്ങളാണ്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട നല്ല സന്ദേശമില്ലാത്തവരുണ്ട്. തോബിയാസിന്റെ പുസ്തകത്തിൽ തോബിത്ത് തന്നെ മകനായ തോബിയാസിന്റെ അഭിജയത്തെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശുദ്ധയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായിലെ കല്യാണം വേണ്ടി വെച്ച സാന്നിധ്യത്താൽ മധുവരമായ മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയവരുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഇത്തരം കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരനെ, ഈ വധുവരമായ വിവാഹം എന്ന കൂതാശയാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോട് പരിഹാരം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന ജീവിത സഖിയ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാകണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Bye.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മിന്നുമെന്ന് വിളിക്കപ്പെടുന്ന മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മിന്നു എന്ന് വിളിക്കപ്പെടുന്ന മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ആൽബിൻ എന്ന് വിളിക്കപ്പെടുന്ന ഇമ്മാനുവേലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. വിവാഹോടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർക്കുന്നു. അബ്രാഹത്തിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങൾ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സമയം വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസ സ്നേഹത്തിലെ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും അടയാളമായി പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അവിടുന്ന് ആസ്വദിക്കണമേ. ഇത് പരസ്പരം പങ്കുവയ്ക്കുന്ന ജപമാലകളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിനനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി അവിടുന്ന് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ ഗ്രഹിക്കണമേ. അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർത്താൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. കന്യാവിനെ ഓമൽ സുതരാമീശോയും കുടുംബമായാകവേദിയിൽ അർപ്പണ ചെയ്യും കുടുംബനാമം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി
ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലവെച്ച് ആശീർവാദം സ്വീകരിക്കുവേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും വിശുദ്ധിയിലൂടെ നയിക്കുവാനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കി നിറ്റണമേ. സംരക്ഷണങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി ഇതിവരെ ഒന്നിപ്പിച്ച അങ്ങയുടെ അനന്ത പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാർഗസിപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനെ സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇതിൽ കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവസമർത്ഥമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
first saw you, I close my eyes and the flashback starts. I'm standing there on a balcony in summer air. See the lights, see the party, the ball gowns. See you make your way through the crowd and say hello. Little did I know. Here comes the reason for our gathering today. Ladies and gentlemen, next to the last together and welcome our most beautiful bride, Mrs. Minu Thomas, and ever handsome groom, Mr. Abin Jose Paika, onto the stage. That you were Romeo, you were throwing pebbles, and my daddy said stay away from As you all Juliet. know, in the book of Genesis, we read, the Lord God said, it is not good for man to be alone. I will make a helper suitable for him. Dear Mr. and Mrs. Abin Jose Paika, you are here not because you met once and fell in love, never because your family and parents liked each other. It's purely the plan of the Lord Almighty. You both deserve and are indeed meant to be together. On this lovely occasion, on behalf of everyone gathered here, I wish you all success and a rocky life together. I feel the stage is incomplete without your families. The reason behind what you have today and what you are today. So let's invite your parents and siblings to share the space on stage. First, let me invite the parent of groom, Mr. Jose Alex Paikara and Cicely Jose Paikara onto the stage. Welcome his siblings, Mrs. Anu Elizabeth and Mr. Paul Sherry, and the cute children to the stage. Dear father, Mr. Thomas Kavikundar, mother, Mrs. Mary Thomas Kavikundar, please come onto the stage. I would also like to welcome their dear siblings, Mrs. Anna Thomas Kavikundar, to lead this prayer onto the stage. These two families are no longer two. They are united by law of God. Let's all put our hands together to express our joy and celebrate occasion for two minds and families. Crying on the staircase, begging you please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting. All there's left to do is run. You'll be the prince and I'll be the princess. It's a love story, baby. Just say yes. So I sneak out to the garden to see you. We keep quiet 'cause we're dead if they knew. So close your eyes, escape this town for a little while. Oh, 'cause you were Romeo, I was a scarlet letter, and my daddy said stay away from Juliet. But you were everything to me. I was begging you, please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting. All there's left to do is run. You'll be the prince and I'll be the princess. It's a love story, baby. Just say yes. Romeo, save me. They're trying to tell me how to feel. This love is difficult, but it's real. Don't be afraid, we'll make it out of this mess. It's a love story, baby. Just say yes. I got tired of waiting, wondering if you were ever coming around. My faith in you was fading when I met you on the outskirts of town, and I said, Romeo, save me. I've been feeling so alone. നമുക്ക് ചേട്ടനോട് ചോദിക്കാമോ? ചേട്ടാ, how do you feel? ഇപ്പൊ എന്ത് തോന്നുന്നു? ഓക്കെ, നമുക്കൊരു സെക്ഷൻ തുടങ്ങാം. ചേട്ടൻ നിങ്ങൾ പ്രപ്പോസ് ചെയ്യും. ചേട്ടാ ഒന്ന് നിങ്ങൾ പ്രപ്പോസ് ചെയ്താൽ ഓക്കെ.
that you never come. Is this in my head? I don't know what to think. He knelt to the ground and pulled out a ring and said, marry me, Juliet, you never have to be alone. I love you and that's all I really know. I talked to your dad, go pick out a white dress. It's a love story, baby, just say yes. We were both young when I first saw you. തിന്നൽ വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേളി നാളിൽ ചേർന്നലിയേ തങ്കക്കസവിൽ തിങ്കൾ കലയോ പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടേറാൻ പോരുകില്ലേ പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി 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 ഈ വീടിന്നവൾ പ്രിയങ്കരി പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയായി എൻ രാവുകൾ കാറ്റായി വരും നിന്റെ കാൽ താളവും